ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു സ്വാദിഷ്ടമായ മസാല ദോശ ഉണ്ടാക്കിയാലോ. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഇട്ടൊന്ന് മൂപ്പിക്കാം. അത് മൂത്ത് വരുമ്പോൾ സവാള ആഡ് ചെയ്ത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില വേണം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ക്യാരറ്റ് ഓപ്ഷണലാണ്, മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ മസാല ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സ്വല്പം വാട്ടർ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഇളക്കിയാൽ നമ്മുടെ മസാല റെഡി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ വേറെ ഒരു ദോശ പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ വേണ്ട വലുപ്പത്തിനനുസരിച്ച് ദോശ നല്ല തിന്നായിട്ട് പരത്തി ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മസാല വെച്ചിട്ട് രണ്ട് സൈഡ് മടക്കിയെടുത്താൽ നമ്മുടെ മസാല ദോശ റെഡിയാണ്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.